നമ്മളൊക്കെ വളരെ ചെറുപ്പം നാളിൽ തന്നെ കാണാതെ പഠിച്ചു വെച്ച അത്ഭുതകരമായൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ മഹത്വം അറിയുന്ന ഒരാളും അത് ഒഴിവാക്കുകയില്ല. കൃത്യമായി മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ധാരാളം തവണ ആ സൂറത്ത് പാരായണം ചെയ്ത് നമ്മുടെ നടക്കാത്ത കാര്യം റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് ചോദിച്ചാൽ തീർച്ചയായും നടക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്ന അതിവിശിഷ്ടമായ ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് ഇത് കേൾക്കുന്ന ഒരാൾക്കും അറിയാത്തതായിട്ടുണ്ടാകുകയില്ല, ആരും ഓതാത്തതായിട്ടുണ്ടാകുകയില്ല. അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ ഇത്രമേൽ കൃത്യമായി വിശദീകരിക്കുന്ന ഈ സൂറത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ അതിവിവരണാതീതമാണ്, പറഞ്ഞാൽ തീരുകയില്ല. അത്രമേലുണ്ട്. നമ്മുടെ കടങ്ങൾ വീടാൻ, രോഗങ്ങൾ മാറാൻ, എന്തിനേറെ നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഈ സൂറത്തോതിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആരും അതൊരിക്കലും അവഗണിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ സൂറത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായൊരു എണ്ണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അത്രയും തവണ ഇന്ന് മുതൽ നിങ്ങൾ ഓതാൻ വേണ്ടി തീരുമാനിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളിത് കേൾക്കുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ മുമ്പ് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നു മുതലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം മുതലോ ഒക്കെ നിങ്ങൾ ഇത് പതിവാക്കുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് എഴുതി അറിയിക്കണം. നിങ്ങൾ എത്ര തവണ ഓരോ ദിവസവും ഈ സൂറത്ത് നിസ്കാരത്തിലും മറ്റു സമയങ്ങളിലും അല്ലാതെ എത്ര സമയം സ്വന്തമായിട്ട് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഓതാറുണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അത് പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ ഉണ്ടാകും, ഏതെല്ലാം ചൊവ്വാഴ്ചകളിലില്ല തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസിൽ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കൃത്യമായി അറിയാൻ സാധിക്കും. വളരെ ശ്രേഷ്ഠമേറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കൊക്കെ അറിയാം, രാപ്പകൽ ഇഖ്ലാസ് ഓതിയാൽ അത് പതിവാക്കുന്നതിൻ്റെ മഹത്വങ്ങൾ ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ മഹാപാപിയാണ്, എനിക്ക് അള്ളാഹുവിനോട് അടുക്കാൻ ഉതകുന്ന പുണ്യമായ ഒരു കർമ്മം പറഞ്ഞു തരണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വര്യൻ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? നീ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതുക, അത് നിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബാക്കളൊക്കെ എത്രമേൽ പരിശുദ്ധിയുള്ളവരാണ് അല്ലേ? അങ്ങനെയെങ്കിൽ അവരൊക്കെ അവരുടെ വിനയം കൊണ്ട് പറയുന്നതാണത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കണം? നമ്മൾ ഈ ആഖിറു സമാനിൽ ജീവിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ ഈ സൂറത്ത് നബീതങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നത്, നീ ഇഖ്ലാസ് സൂറത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക, അത് നിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആശങ്കയിലാണ്. നമ്മളെക്കുറിച്ച് സ്വയം തന്നെ അതെപ്പോഴും ഒരു വിചാരണ നടത്തണം. സ്വഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നു. അവരോരോ രാത്രിയുമായി കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലെ പ്രഭാതം മുതൽ ഇതാ ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ സംഭവിച്ചു, ഞാൻ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു, അവർ സ്വന്തമായിട്ട് വിചാരണ ചെയ്യും. എപ്പോൾ? ഖബ്ല അൻ യുഹാസബു, അള്ളാഹുവിൻ്റെ വലിയ വിചാരണ മഹ്ശറ വൻസഭയിൽ വെച്ച് വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഓരോ ദിവസവും വിചാരണ ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ട് അവർ പോകുന്നത്. നമുക്കതിന് കഴിയുന്നില്ല, നമ്മുടെ ഈമാന് കുറവുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തിട്ടാൻ വേണ്ടി ധാരാളം ഇഖ്ലാസ് സൂറത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു സൈനിക സംഘത്തെ ഒരുക്കി അയക്കുമ്പോൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈനിക സംഘത്തെ ഒരുക്കി അയക്കുമ്പോൾ അവരിൽ ഒരാളെ നേതാവായി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അവർക്ക് ഇമാമായി നിസ്കരിക്കണം. അങ്ങനെ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് അല്ലാതെ മറ്റൊരു സൂറത്തും ഓതുന്നേ ഇല്ല. അപ്പോൾ ഇക്കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇമാമായിട്ട് നിർത്തിയ അവർ
ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഇഖ്ലാസ് സൂറത്താണ് ഓതുന്നത്, ഇഖ്ലാസ് അല്ലാത്ത വേറെ സൂറത്തുകളൊന്നും ഓതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ അവർ ആ ഇമാമ് നിന്ന് അവരോട് പോയിട്ട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആ സൂറത്ത് കരുണക്കടലിൻ്റെ ഗുണങ്ങളാണല്ലോ ഉൾക്കൊള്ളുന്നത്, അതിനാൽ അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് മുത്തുനബി തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ആ സ്നേഹം കാരണം അവർക്ക് സ്വർഗപ്രവേശം സാധ്യമാകുന്നു. നിങ്ങളൊന്ന് നോക്കൂ എത്രമേൽ മഹത്വമുണ്ട് എന്ന്. സൂറത്തുൽ ഇഖ്ലാസ് ഫാത്തിഹയ്ക്ക് ശേഷം അതല്ലാതെ ഓതാത്ത ഒരാളെക്കുറിച്ച് മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നത് അത് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കാനും അള്ളാഹു അദ്ദേഹത്തെ അങ്ങേറ്റം സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് എന്നുമാണ്. അപ്പോൾ നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിൻ്റെ മേലിൽ, ഏകത്വത്തിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ വലിയ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ സവിശേഷമേറിയ ഈ സൂറത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും. മാത്രമല്ല ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റും, സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്ന ഒരാളാണോ, ധാരാളം ഓതുന്ന ആളാണോ, ആ ആൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ്, അള്ളാഹു അയാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത് മനസ്സിലാക്കാം. എങ്ങനെ? നിങ്ങൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നോ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ എത്ര സൂറത്തുൽ ഇഖ്ലാസ് ഓതിയും ചിന്തിച്ചാൽ മതി. ഒരു 50 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടോ എല്ലാ ദിവസവും? എന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ച അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അതാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്. അയാൾ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അയാളെ മനസ്സിലെപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് എപ്പോഴും ഓതാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അള്ളാഹു അവൻ്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നീ ഇഖ്ലാസിനെ സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു നിന്നെയും സ്നേഹിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ സൂറത്തുൽ ഇഖ്ലാസിനോട് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം വേണം. ഓക്കെ അല്ലേ? നിങ്ങളൊക്കെ തയ്യാറല്ലേ സൂറത്തുൽ ഇഖ്ലാസിനോട്? നമ്മളിവിടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അള്ളാഹുവുമായിട്ട് അങ്ങേയറ്റത്തെ ബന്ധമുണ്ടാക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്നു മുതൽ സൂറത്തുൽ ഇഖ്ലാസിനെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടം വേണം. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഓതാൻ വേണ്ടി ഇനി സമയം കണ്ടെത്തണം. ഓതാൻ അധികം പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു 3 തവണ ഓതാൻ പറ്റും. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ആ മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അതൊക്കെ തീരുമാനിച്ച ആളുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു 33 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു മഹത്വം പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് ഇത്ഖ് കൊടുക്കുന്നതാണ്, അല്ലെ നരകമോചനം കൊടുക്കും. അതിനാണല്ലോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അവരുടെ വീട്ടിൽ തെഹ്ലീലുണ്ടാവും. എന്താ തെഹ്ലീൽ? ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുക. എത്ര തവണ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലും? 70,000 തവണ. എല്ലാവരും കൂടെ ഒരുമിച്ച് ആ മരണപ്പെട്ട ഉമ്മയുടെയോ ഉപ്പയുടെയോ ഒക്കെ പേരിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലും. അങ്ങനെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ട വ്യക്തി എന്ത് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അവരെ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അതൊരു വലിയ നേട്ടമാണ്. അതാണ് പഴയ കാലം മുതലേ അങ്ങനെ തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. അതേപോലെ ഒരു മഹത്വം സൂറത്തുൽ ഇഖ്ലാസിനുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സംഖ്യ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അറിയുന്നവർ ഇവിടെ എഴുതി അറിയിക്കും, പലപ്പോഴും എഴുതി അറിയിക്കലുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു നിശ്ചിത എണ്ണമുണ്ട്. ആ നിശ്ചിത എണ്ണം ആരെങ്കിലും ചൊല്ലിത്തീർത്താൽ, നമുക്ക് മരണപ്പെടുന്നതിൻ്റെ മുമ്പൊക്കെ ചൊല്ലിത്തീർക്കാവുന്നതാണ്. അങ്ങനെ ചൊല്ലി തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗപ്രവേശം ഉറപ്പാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കുന്നത് പോലെ അല്ല, അതിനേക്കാളും മുകളിലാണെന്ന് പറഞ്ഞ ഇമാമുകളുണ്ട്. അതിനേക്കാളും ഗുണം ഇതുകൊണ്ട് ലഭിക്കുന്നത്. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഇത്ര തവണ, ഞാനതിൻ്റെ എണ്ണം ഇപ്പോൾ പറയുന്നില്ല, അറിയാവുന്ന പലരും ഇതിലുണ്ട്, അത്രയും തവണ ചൊല്ലിയിട്ട് നമ്മുടെ നമ്മൾ പ്രത്യേകമായിട്ട് മരണപ്പെടുന്നതിന് മുമ്പ് ചൊല്ലുകയോ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലുമൊക്കെ ചൊല്ലുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് നരകമോചനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. എത്ര തവണയാണെന്നുള്ള പലർക്കും അറിയാം.
അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം ഇത്രയും തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ 1,00,000 ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമുക്ക് ഈ ദുനിയാവിലെ ജീവിതമൊന്നുമല്ലല്ലോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ശാശ്വതമായ ജീവിതം. ഇത് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എന്തെല്ലാം പ്രതിസന്ധികളാണ് നമുക്ക്, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നു, സമാധാനമില്ല, സന്തോഷമില്ല, ഇങ്ങനെ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ലേ. ഇതൊന്നുമല്ല ജീവിതം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കഴിയേണ്ടതാണ്. നമ്മുടെ ജീവിതം വരുന്നല്ലേ ഉള്ളൂ. മരണത്തോടു കൂടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അതാണല്ലോ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ദുനിയാവൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മെ പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ആരാണത് കൃത്യമായിട്ട് അനുസരിക്കുന്നത്, ആരാണ് നിസ്കരിക്കുന്നത്, ആരാണ് നല്ലോണം ഇബാദത്തിലാകുന്നതെന്ന് അള്ളാഹുവിന് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷാ കേന്ദ്രം മാത്രമാണിത്. യഥാർത്ഥ ജീവിതം ഇനിയാ വരുന്നത്. അതുകൊണ്ടാണ് അല്ലദീ ഖലഖൽ മൗത എന്ന് ആദ്യം പറഞ്ഞത്. മരണം കഴിഞ്ഞിട്ടാണ് ജീവിതം യഥാർത്ഥത്തിൽ വരുന്നത്. വൽ ഹയാത്ത, മരണം പറഞ്ഞിട്ടാണ് അവിടെ ജീവിതത്തിനെയും ജീവിതത്തിനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ജീവിതമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള. ആ ജീവിതത്തിലേക്ക് നമുക്ക് മുതൽക്കൂട്ടാകും സൂറത്തുൽ ഇഖ്ലാസിനെ മുറുകെ പിടിക്കുന്നത്, സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസാണ് ഓതുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഈ സൂറത്തിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ഈ സ്നേഹം നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നു എന്ന്. അപ്പോൾ സ്വഹാബാക്കളൊക്കെ അവരുടെ നാക്ക് കൊണ്ട് പറഞ്ഞൊരു വാക്കും കൂടിയാണ് എന്ത്, ഞാൻ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നു എന്ന്. അത് കേവലം അവർ പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതവർ ആ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുകയും ചെയ്തു. അപ്പം നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് പറയുക, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണ്, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്ന് പറയാം. ഞാൻ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നു, എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് ഓതാൻ ഇഷ്ടമാണെന്ന് പറയാം. കേവലം ആ പറച്ചിൽ വാക്കുകളിൽ മാത്രം നിർത്താതെ അത് പകർത്തുകയും വേണം. ആ ഇഷ്ടം എങ്ങനെ പകർത്തുക? ധാരാളമായിട്ട് ഓതിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ സിയാറത്തിനൊക്കെ പോകുന്നവരുണ്ടാകും, മക്കയിലും മദീനയിലേക്ക് പോകുന്നവരുണ്ടാകും, ഉംറയ്ക്ക് പോകുന്നവരുണ്ടാകും, പോയവരുണ്ടാകും. അള്ളാഹു നമുക്ക് ഇനിയും പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. പോകാത്തവർക്ക് പോകാനുള്ള വഴികൾ അള്ളാഹു എളുപ്പാക്കട്ടെ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക എണ്ണത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ ഒരു സൂറത്തിനെ സ്നേഹിക്കുന്നത് കാരണമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, ആ ഒരു സ്നേഹം സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഞങ്ങൾ ഇങ്ങനെ തബൂക്കിലിരിക്കുന്ന സമയത്ത് സൂര്യൻ വളരെ മങ്ങിയ നിലയിലാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ തീരെ തിളക്കമില്ല. ഇങ്ങനെ മങ്ങിയ നിലയിൽ സൂര്യൻ ഉദിക്കുന്നത് സാധാരണയിൽ വിപരീതമായിട്ട് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുമില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ സൂര്യൻ്റെ ഒരു ഉദയ സമയത്തുള്ള ഒരു പ്രകാശം ഈ രൂപത്തിലേക്ക്, മങ്ങിയ രൂപത്തിലേക്ക് കാണപ്പെടുന്നത്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, എനിക്കൊരു കൽപ്പന കിട്ടിയിട്ടുണ്ട് 70,000 മലക്കുകളുമായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ഈ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളും മയ്യത്ത് നിസ്കരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചിറക് നിലത്തടിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ മയ്യത്തും തമ്മിൽ ഒരുപാട് ദൂരത്തായിരുന്നു. അപ്പോൾ തടസ്സങ്ങളൊക്കെ നീങ്ങി നബി തങ്ങൾ ആ മയ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെയായി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കൂടെ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. പിന്നെ നബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആകാശലോകത്ത് നിന്ന് 70,000 മലക്കുകളൊക്കെ ഇറങ്ങി വന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇദ്ദേഹത്തിൻ്റെ മേലിങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നത്, അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ വിദൂരതയിലാണുള്ളത്. മലക്കുകൾ മൊത്തം അവരുടെ വാസസ്ഥലം മറ്റൊരു പ്രദേശത്താണ്. അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. വിദൂരതയിലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും വരുന്നു. ഇവരെല്ലാവരും കൂടെ കച്ചകെട്ടി ഇറങ്ങി വന്നത് ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ്.
മഹാനരായ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇത്രയും നല്ല മഹത്വമേറിയൊരു മയ്യിത്ത് നിസ്കാരം പോലും അവർക്ക് ലഭിക്കാനുണ്ടായ കാരണമായിട്ട് പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസിനെ അവർ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ഒരാളുടെ പേരിൽ ആളുകൾ മയ്യിത്ത് നിസ്കരിക്കുന്നത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. ഖബറിൽ രക്ഷയാണ്, സിറാത്തുൽ മുസ്തഖീമിൽ രക്ഷയാണ്, മഹ്ശറിൽ വലിയ രക്ഷയാണ്, അവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ കാരണമാകും. എത്ര ആൾക്കാർ മയ്യിത്ത് നിസ്കരിക്കുന്നുണ്ടോ അത്രയും ആളുകളുടെ എണ്ണമനുസരിച്ച് അവൻക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കുന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം അത് തന്നെയാണ്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം അതാണ്, ഓരോരുത്തരുടെ ആഗ്രഹം അതാണ്. ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ മയ്യിത്ത് നിസ്കരിക്കാൻ എന്നെ പരിചയമുള്ള എല്ലാ ആളുകളും വരണം, എൻ്റെ പിറകെ മയ്യിത്ത് നിസ്കരിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്. ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പുതിയ കാലത്ത് നമുക്ക് കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ ഈ സൂറത്തുൽ ഇഖ്ലാസിനെ അങ്ങേറ്റം സ്നേഹിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ആളുകൾ നമ്മുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ എത്തും, ഉറപ്പാണ്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പം മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ 70,000 മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. വിദൂരതയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും വരുന്നു, നിസ്കരിക്കുന്നു, കാരണം ചോദിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നു. നമുക്കും ചൊല്ലാൻ പ്രിയമുള്ളവരെ സൂറത്തുൽ ഇഖ്ലാസ്. നമ്മളും സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആളുകളായി മാറുക. അപ്പോൾ നമ്മുടെ പേരിലും മയ്യിത്ത് നിസ്കരിക്കാൻ ഇതേപോലെ എവിടെ നിന്നൊക്കെയോ ഒക്കെ ആയിട്ട് ആളുകൾ ഒരുമിച്ച് കൂടും. നമ്മളൊക്കെ പലപ്പോഴും ചില വീഡിയോസുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഉസ്താദുമാർ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ തിങ്ങിയ ജനങ്ങളായിരിക്കും. ആയിരക്കണക്കിന് ആളുകൾ, ഒരു സൂചി പോലും കുത്താൻ ഇടമില്ലാത്ത രൂപത്തിൽ ജനനിബിഡമായിരിക്കും മയ്യിത്ത് നിസ്കരിക്കാൻ. അവരൊക്കെ രക്ഷപ്പെട്ടു പ്രിയമുള്ളവരെ. അത്രയും ആളുകളെല്ലാം മയ്യിത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. നമ്മുടെ പേരിലും മയ്യിത്ത് നിസ്കരിക്കാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ 3-4 സ്വഫ് ആളുകൾ നിസ്കരിച്ചാൽ പോരാ, ആയിരങ്ങൾ വന്ന് നമ്മുടെ പിറകെ മയ്യിത്ത് നിസ്കരിക്കണം. അത് കാരണമായിട്ട് നമുക്ക് ഖബറിൽ സന്തോഷിക്കാം, മഹ്ശറിൽ സന്തോഷിക്കാം, സിറാത്തുൽ മുസ്തഖീം വിട്ട് കിടക്കാം, വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിനെ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ മുറുകെ പിടിക്കാൻ നല്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു മഹത്വം അവർ നേടിയെടുത്തത് സ്വന്തം അധ്വാനം കൊണ്ട്, അതേപോലെ തന്നെ ഇഖ്ലാസ് സൂറത്ത് ധാരാളം ഓതിയത് കൊണ്ട്. എന്താ സ്വന്തം അധ്വാനം? ഇഖ്ലാസ് സൂറത്ത് ധാരാളം ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. ഇത് നമുക്ക് എപ്പോഴും എങ്ങനെ ഓതാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര പെട്ടെന്ന് കഴിയുമെന്നറിയോ? നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് പാരായണം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ ഒരാളിങ്ങനെ ദുആ ചെയ്യുന്നത് കേൾക്കണം. എന്താ ദുആ എന്നറിയോ? അല്ലാഹുവേ, ഏകനും ആശ്രയ കേന്ദ്രനും പിതാവോ സന്തോനമോ ഇല്ലാത്തവനും നിസ്തുലനുമായ നിന്നോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് അല്ലാഹു പുറത്തു നിന്നിരിക്കുന്നു എന്ന് 3 തവണ പറഞ്ഞു. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കി അതിനെക്കുറിച്ച് പറയുന്നവർക്കൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഗുണങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മുത്തുനബി തങ്ങൾ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ടാണ് നബി തങ്ങളോട് സങ്കടം പറയുന്നത്. എനിക്ക് അങ്ങേയറ്റത്തെ പ്രയാസമാണ്, ഒരു നേരത്തെ പശിയടക്കാൻ, വിശപ്പകറ്റാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടിലാണ് ഞാനുള്ളത് എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ വീട്ടിലേക്ക്, ഏതെങ്കിലും വീട്ടിലേക്കോ നിൻ്റെ വീട്ടിലേക്കോ ഒക്കെ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ആളുണ്ടെങ്കിലും അവിടെ അവർക്ക് സലാം പറയാം, ഇല്ലെങ്കിൽ നിനക്ക് തന്നെ നീ സലാം പറയാം. അപ്പോൾ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ സലാം പറയാം. ഏത് വീട്ടിലേക്ക് കയറി ചെന്നാലും ഉടനെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയാം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാം. അതിനുശേഷം ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. അങ്ങനെ ഈ ഒരു സ്വഹാബി വര്യന് ദാരിദ്ര്യത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണല്ലോ വന്നത്. ഈ വിഷയത്തിന് പരിഹാരമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനും, വീട്ടിലാണല്ലോ താമസിക്കുന്നത്,
വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ പറയുന്നു, നബിതങ്ങൾക്ക് സലാം പറയാൻ പറയുന്നു, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ പറയുന്നു. ഇത് ഈ സ്വഹാബി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കാലം ഇങ്ങനെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ദാരിദ്ര്യത്തിൻ്റെ പ്രയാസം തീർത്തു കൊടുക്കുകയും ഇയാളിത് ചൊല്ലിയ കാരണം കൊണ്ട് അവരുടെ അയൽക്കാർക്ക് വരെ ബർക്കത്തുണ്ടാകുകയും ചെയ്തു എന്ന് തഫ്സീറുൽ കബീറിൽ കാണാവുന്നതാണ്. അപ്പോൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു മഹത്വം. എത്ര പ്രതിസന്ധികളിൽ നിന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് രക്ഷ. ഇപ്പോൾ ഇതിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കടം നിറഞ്ഞ ദാരിദ്ര്യമാണ്, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളത്. ഇതിപ്പോൾ നമുക്ക് പകർത്താൻ അധികം പണിയൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പണിയുണ്ടോ? നമ്മൾ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് സലാം പറയൽ അധികം ബുദ്ധിമുട്ടുള്ളതാണോ? ഉറക്കങ്ങ് സലാം പറയുക, സലാം പറഞ്ഞിട്ട് നബിതങ്ങൾക്കും സലാം പറയുക, ഒരു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അത് കാരണമായിട്ട് അയൽക്കാർക്ക് വരെ ഗുണമുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഒരു മഹാൻ്റെ ചരിത്രത്തിൽ കാണാമല്ലോ, അയാൾ വീട് നോക്കിയെടുക്കുമ്പോൾ ആ മഹാന് വീട്ടിൽ താമസമാക്കുമ്പോൾ അയൽക്കാരെ നോക്കിയിട്ട് താമസമൊക്കെ. അപ്പോൾ അയൽക്കാരെ നോക്കിയിട്ട് അയൽക്കാർക്കാണ് പൈസ. നല്ല അയൽക്കാരാണോ ഇവ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അയൽക്കാർ നന്നാവുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അയൽക്കാർ നന്നാവാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നാവുക. നമ്മൾ തന്നെയാണ് അയൽക്കാർ. നമ്മൾ നന്നായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഗുണമാണ്. നല്ല അയൽപ്പക്കമുള്ള വീടുകളിലാണ് താമസിക്കേണ്ടത്. അയൽവാസികളുടെ കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ ദൂഷ്യ സ്വഭാവം കൊണ്ട്, അവരുടെ ഫിത്ന കൊണ്ട്, അവർ ഫസാദ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അപ്പം നല്ല അയൽപ്പക്കമുള്ള സ്ഥലങ്ങളിലാണ് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ എടുക്കേണ്ടത്. നല്ല അയൽപ്പക്കമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശയാത്ര നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അർശ് കാണുന്നുണ്ടായിരുന്നു. അതിൽ 3,60,000 കാലുകളുണ്ട് അർശിന്. 2 കാലുകൾ തമ്മിലുള്ള അകലം 3 ലക്ഷം വരും. അപ്പോൾ 3,60,000 കാലുകളുണ്ട് അർശിന്. 2 കാലുകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 3 ലക്ഷമാണ്. ഓരോ കാലിലും താഴെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 12,000 മരുഭൂമികളുണ്ട്. ഓരോ മരുഭൂമിയിലും 80,000 മലക്കുകളുണ്ട്. ഓരോ മലക്കും ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര മലക്കുകളാ നോക്കി. അത്രയും മലക്കുകൾ ഇഖ്ലാസുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓതിത്തീരുമ്പോൾ അവരിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ ഞങ്ങൾ ഈ ഓതിയതിൻ്റെ കൂലിയെ ഖുൽ ഹുവല്ലാഹു ഓതുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഞങ്ങളിതാ ദാനം ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 3,60,000 കാലുകൾ, 2 കാലുകൾക്കിടയിലും 3 ലക്ഷം അകലം വരും. ഓരോ കാലിന് താഴെയും കിഴക്കും പടിഞ്ഞാറും വരെ 12,000 മരുഭൂമികളുണ്ട്. അപ്പോൾ ഓരോ മരുഭൂമിയിലും 80,000 മലക്കുകളുണ്ട്. അപ്പോൾ മൊത്തം 80,000 മലക്കുകളാണോ? അല്ല. ഓരോ കാലിൻ്റെ ഇടയിലുള്ള മരുഭൂമിയിൽ ഒരു മരുഭൂമിയിൽ തന്നെ 12,000 മലക്കുകളുണ്ടെന്നാണ്. അപ്പോൾ എത്ര മരുഭൂമികളാണ് സങ്കല്പിച്ചു നോക്കുക. അർശിന് താഴെ കിടക്കുന്നത് ആ മരുഭൂമികളിലൊക്കെ 80,000 എന്ന് പറഞ്ഞിട്ട് അത്രയും മലക്കുകളാണ്. ആ മലക്കുകൾ മുഴുവനും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു? ഈ ഓതുന്ന സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മുഴുവൻ ഗുണത്തെയും പ്രതിഫലത്തെയും മുൻനിർത്തി ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? ഞങ്ങളിതിൻ്റെ പ്രതിഫലത്തെ ഇതിനൊക്കെ ഞങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം. ഇത് കേട്ട സ്വഹാബാക്കളോടാണല്ലോ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അത്ഭുതമായി എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വല്ല അത്ഭുതം ഉണ്ടോയെന്ന്. അപ്പോൾ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, ഇത് വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം. ജിബ്രീലിൻ്റെ ചിറകിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാഹു സമദ് എന്ന് മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിലുണ്ട്. ലം യലിദ് വലം യൂലദ് എന്ന് ഇസ്രാഫീലിൻ്റെ ചിറകിലുണ്ട്. വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് അസ്രാഈലിൻ്റെ ചിറകിലും എഴുതിയിട്ടുണ്ട്. അതിനാൽ ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ
അവർക്ക് ജിബിരിൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ എന്നീ 4 മലക്കുകളുടെ പുണ്യവും അവർക്ക് ലഭിക്കും. എത്ര വലിയ മഹത്വങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക്. ഇതിങ്ങനെ കേട്ടപ്പോൾ, ഇത് നീണ്ടുപോകുന്ന ഹദീസാണ്. പിന്നെയും സ്വഹാബാക്കൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടെ പല വിഷയങ്ങളും പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിയും പറയുന്നുണ്ട് ഖുലഫാ ഉർ റാഷിദീനുകളുമായി ചേർത്തിയിട്ട്. ഞാനിത് മുമ്പൊരിക്കൽ വിശദീകരിച്ചതാണ് ആ സംഭവം. അപ്പോൾ അത്ര വലിയ മഹത്വമുള്ള സൂറത്തുൽ ഇഖ്ലാസ് ഏതെങ്കിലും ഒരു എണ്ണം 101 തവണ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്ത് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനും സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അത് കാരണമായിട്ട് സ്വഹാബാക്കൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ നമുക്കും സ്വർഗപ്രവേശം സാധ്യമാകാനുമുള്ള വഴികളൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇത് കേട്ടിട്ടൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ, അതിങ്ങനെ ഒരു കൃത്യമായ എണ്ണത്തിൽ ഓതാനൊക്കെ മനസ്സിലേക്ക് അങ്ങനെ ചിന്തകളൊക്കെ കടന്നു വരുന്നവർ ഇൻഷാ അല്ലാഹ് അത് പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നേരിട്ട് കാണാൻ വേണ്ടി വരുമ്പോൾ പല വിഷയങ്ങളും ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചു പോകുന്നവരുണ്ട്. അവരുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സലാമത്തും റാഹത്തും ഇസ്സത്തും അഭിവൃദ്ധിയും സന്തോഷമൊക്കെ നൽകട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മരണം ഖൈറാകുന്ന സമയം അള്ളാഹു നമുക്കൊക്കെ ഈമാൻ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് താഴേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകമായിട്ട് പല വിഷയങ്ങളും എഴുതി അറിയിക്കുന്നുണ്ട്. അവരുടെയൊക്കെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫ നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.